ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു മന്തി റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതിനെക്കാട്ടും എനിക്കിഷ്ടം എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഒരു ഇഞ്ചി കഷ്ണുണ്ട്. അപ്പം ഞാൻ എടുക്കുന്ന ചിക്കനനുസരിച്ചാണ് കേട്ടോ. എനിക്കെന്താ പറയുക, കുറച്ചൊക്കെ ഒരു മസാല വേണം, അതിനാണ്. അപ്പോൾ അത് പിന്നെ ഇത്രയും ഗാർലിക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു എങ്ങനെ ഇപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8-10 ഉണ്ടാവും. പിന്നെ ഒരു വലിയ സവാള കേട്ടോ. ഇതൊക്കെ ഞാൻ മിക്സിൻ്റെ ഗ്രൈൻഡർക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇത് അരക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാർക്ക് ഇടുന്നത്. നല്ലോണം അരച്ച് എടുക്കുകയാണ്. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ചപ്പ് കൊണ്ടുവന്നതില്ല. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എന്തൊക്കെയാണോ ഉള്ളത് അതുകൊണ്ട് വെച്ചുകൊണ്ട് ഒരു മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. അല്ലാതെ പെർഫെക്ഷൻ ആയിട്ടല്ല. ഓക്കെ, പക്ഷെ ഇത് എന്താണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വെച്ച് അങ്ങനെ ഉണ്ടാക്കലില്ല. ഇവിടെ ഉള്ളത് എന്താണ് അത് വെച്ചിട്ടോ. അപ്പം ഞാൻ ചപ്പ് കൊണ്ടുവന്നതില്ല. അപ്പം ചപ്പിന് പകരം ഞാൻ ഇന്നാൾ കാണിച്ചൊന്നുമില്ലേ ഒരു ഇല, ഈ ഒരു ഇല. ഇത് ചപ്പിന് ഒപ്പം തന്നെ നിൽക്കും കേട്ടോ. പുതിന ഉണ്ടെങ്കിൽ അത് ഇട്ടോണ്ടി. പിന്നെ അത് അരക്കണം എന്നില്ല, പക്ഷെ ഇത് ഈ ഇല ആയതുകൊണ്ടാണ് ഞാൻ അരക്കുന്നത്. പിന്നെ ഇപ്പം എന്താ, മതി. പിന്നെ ഇനി നമുക്ക് മസാലകൾ ഇതിക്കിട കാലത്തിട്ട്. അപ്പോൾ ഇത് ഓക്കെ. അപ്പോൾ ഇത് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. ആ അരക്കണിക്ക് ഈ ഒരു മാഗി ക്യൂബ് ഇടണം കേട്ടോ. മാഗി ക്യൂബ് ഞാൻ ഇടുന്നത് കാണിച്ചിട്ടില്ല അത്. ഓക്കെ, അപ്പം അതും കൂടെ അരച്ചിട്ട് വരാം. പിന്നെ ഇത് നമ്മൾ ഏത് ചട്ടിയിലാണോ ഉണ്ടാക്കുന്നത് ആ ചട്ടിക്ക് ഇടുകയാണ് കേട്ടോ. ഇതിപ്പോൾ കാണാൻ രസമില്ല, പക്ഷേ ഇത് ഒക്കെ ആയി വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. തിന്നാൻ നല്ല രസമുണ്ടാവും. എല്ലാ മസാലകളും വരുമ്പോൾ കേട്ടോ. അപ്പം ഞാൻ ഇതിട്ടു, ഈ മസാല ഇട്ടു. ഇനി ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞത്. പിന്നെ ഇതിക്ക് കറിവേപ്പില വേണമെങ്കിൽ അരച്ചിക്കാണ്ട് ചേർക്കട്ടോ. അത് ഞാൻ അരച്ചിട്ടില്ല, അത് ഞാൻ മറന്നതാണ് സംഭവത്തിൽ. ഞാനത് അരച്ചിട്ടിടുന്നുണ്ട്. കറിവേപ്പിൻ്റെ ചെയ്യണം. അപ്പോൾ ഇത് ക്യാപ്സിക്കം ഇഷ്ടമുള്ളത്ര എടുക്കട്ടോ. ഞാൻ ഒന്നാണ് ഇതിലെടുത്തത്. ഞാൻ കറിവേപ്പിൻ്റെ അരക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, കറിവേപ്പിൻ്റെ ഇട്ടു. ഇനി ഇതിലേക്ക് ഇടുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് നേരം ഉണ്ടായിക്കോട്ടെ എന്നുള്ളത് എടുക്കാൻ കേട്ടോ. കുരുമുളക് പൊടി ഇത്ര എടുക്കണം കേട്ടോ, കുറച്ച് ഇത്തിരി. ഒരു ഇത്രയും മല്ലിൻ്റെ പച്ചമല്ലി ഉണ്ടല്ലോ, അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേപോലെ കുരുമുളക് ഇതാ അച്ചലിക്ക് ഒരു ഇത്തിരി ഇടുന്നുണ്ട് കേട്ടോ. പൊടി നമ്മൾ വേറെ ഇട്ടു. അത് എരി വേണ്ടവർക്ക് ഇട്ടാൽ മതി, അല്ലാത്തവർക്ക് വേണ്ട കേട്ടോ. പിന്നെ അറബിക് മസാല, ഈ അറബിക് മസാല ഇതാക്കിന് അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോ. ഞാനൊരു ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചോയ. നമുക്കിതിൻ്റെ ഈ രുചി വരുന്നത് ഈ ഒരു അറബിക് മസാല എന്നാണ് കേട്ടോ. അപ്പം ഞാനതിട്ടു. ഇനി ഒരു നുള്ള് മല്ലിപ്പൊടി ഇതാ ഇത്രയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മല്ലി ഇട്ടേക്കണ്, പിന്നെ അറബിക് മസാല ഇട്ടേക്കണം. അപ്പോൾ ഇത് ആവശ്യമില്ല ശരിക്കും. അപ്പോൾ അതും കൂടി ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് നമുക്കിനി ചിക്കനിൽ ലേശം ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ മാഗി ക്യൂബും ചേർക്കണമല്ലോ. അപ്പം ഇനി അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. മുളകും പൊടി ഇട്ടിട്ടില്ല, മല്ലിപ്പൊടി മാത്രം, മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ. അപ്പോൾ അതാണ് ആ ചിക്കനാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എല്ലാം എടുക്കണില്ല, കുറച്ച് പീസ് ഞാൻ എടുത്തുകൊണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കട്ടോ. ഇത്രയും മതി, നമുക്ക് ഇത്രയും മതി കേട്ടോ. നമ്മൾ അതിനുള്ള ആളുള്ളൂ. അപ്പം ഇത് പിന്നെ ഒന്ന് നല്ലോണം മാരിനേറ്റ് ചെയ്യട്ടോ. എന്നിട്ട് ഉപ്പില്ലെങ്കിൽ മാത്രം
എന്താണ് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചാൽ മൂടി ചാട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതില്ലേ രാത്രി മാഗ്നേറ്റ് ചെയ്ത് കണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എടുത്താലും നല്ലോണം നമുക്ക് പിടിച്ചു കേട്ടോ. പിന്നെ എന്താണ് ഞാൻ അപ്പോൾ സാധനങ്ങളൊന്നും ആയിട്ടില്ലേനു, എനിക്ക് മാഗ്നേറ്റ് ചെയ്യേണ്ട ഒരു മൂഡില്ലേനു. അപ്പം ഞാൻ വെറും ചിക്കൻ നന്നാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊണ്ട് വെച്ചിട്ടുള്ളൂ ഫ്രീസറിൽ. അപ്പോൾ ഇത് നല്ലോണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിക്കില്ലേ നമുക്ക് എന്താ ഓയിൽ ആണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ബട്ടർ ഉണ്ടല്ലോ ബട്ടർ, അതും അല്ലെങ്കിൽ നമ്മളെ ഒലിവ് ഓയിൽ ഏതാണെങ്കിലും ഇതിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇതിക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. കുറച്ച് നമുക്കിത് ഒന്നായി കിട്ടണ്ടേ, നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല. കുറച്ച് ഞാൻ ഇതിക്ക് സൺഫ്ലവറാണ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ബട്ടർ ഒക്കെ വയ്ക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കരുത്, വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ ബിരിയാണി ആയി മാറും കേട്ടോ. സൺഫ്ലവർ അല്ലെങ്കിൽ ബട്ടർ, നെയ്യല്ല ബട്ടർ, അതല്ലെങ്കിൽ പിന്നെ ഒലിവ് ഓയിൽ ഏതെങ്കിലും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് വരും. ഇനി ഇത് നമ്മളിത് മൂടിയൊക്കെ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് മൂടിയേക്കണം കേട്ടോ. പിന്നെ കൂടിയത് എത്രയും ആണെങ്കിൽ നമുക്ക് ഇതാക്കാം. ഇനി ഇതിങ്ങനെ വേറിട്ട് അങ്ങനെ വേറിട്ട് ഇങ്ങനെ വെക്കുക കണ്ടോ. എന്നിട്ടാണ് നമ്മൾ ഇത് ചൂടാക്കിക്കാണ്ട് പൊരിച്ചല്ല, ഇത് ഇതിൽ കടന്നുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൻ്റെ ഫ്ലവറൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇത് ഒന്ന് വേവണം. ഇനി നമുക്ക് അരിയില്ലേ, അരി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മൂടിച്ചു കേട്ടോ. ഇനി നമുക്ക് അരിയാണ് വേണ്ടത്. നമ്മൾ അരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സൊക്കെയാണ് കേട്ടോ, അത്യാവശ്യം ചെറിയ ഒരു ഗ്ലാസ്സാണ്. നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് അനുസരിച്ചാണ് കേട്ടോ ഇടണത്. നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാർക്ക് എത്ര കഴിക്കും എന്നുള്ളത് അറിയാലോ, അതിനനുസരിച്ച് ഇടുക. അപ്പം ഞാൻ ഇതിനൊരു 4 കപ്പ് അളവിൽ ഇതുണ്ട് കേട്ടോ. 4 കപ്പ് അളവിൽ ഇട്ടിട്ട് ഇത് 4 കപ്പ് അളവിൽ ഇട്ടിട്ട് ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ കഴുകാൻ നിൽക്കണമെന്ന് വെച്ചെങ്കിൽ പിന്നെ അത് പൊതിർന്ന് പോകൂലേ, അപ്പോൾ അരിയൊക്കെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ കഴുകിയിട്ട് ഇത് ഇതിക്കിട്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. നമുക്ക് നമ്മളെ മന്തി ഉണ്ടാക്കാൻ തുടങ്ങണേ. അപ്പം ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ചൂടാവട്ടെ കേട്ടോ. എന്നിട്ടൊരു ചെറിയൊരു കാര്യമുണ്ട്, അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അരി തിളപ്പിച്ചിട്ടും ഉണ്ടാക്കുക വറ്റിച്ചിട്ടും ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇതിൻ്റെ അടുത്ത് നാരങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ഉണങ്ങിയത് വേണം. അപ്പം നാരങ്ങ ഇല്ലായിരുന്നു, അപ്പോൾ ഒരു കേടൊന്ന് നാരങ്ങ ഉള്ളതുകൊണ്ട് അത് ഉണക്കട്ടേന്ന് കരുതി ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ അത് ഉണങ്ങിയില്ല. അത് കുഴപ്പമൊന്നുമില്ല, ഇല്ല വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളെ മന്തിക്ക് എന്താണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും പോകൂല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇത് തന്നെ പല രീതിക്ക് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തട്ടിച്ചൂറ്റിക്കാണ്ട് തന്നെയാണ് അധികം ഉണ്ടാക്കൽ. ഇന്നിപ്പോൾ ഇനി തട്ടിച്ചൂറ്റാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇത് ചൂടായിട്ട് ഇതിൽ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. കുറച്ച് കറുമ്പൂവും അതേപോലെ എന്താ പറയുക ചട്ടി അങ്ങനെ ഉള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഞാനതിലേക്ക് എന്താണ് നമ്മളിപ്പോൾ എത്ര ഗ്ലാസ്സാണോ വെള്ളം എടുത്തത് ആ വെള്ളത്തിൻ്റെ ഇരട്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ അതിനെ മാത്രം എന്താണ് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി എടുത്തത്. അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള നിലക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുക്കാൻ കാരണം അതുകൊണ്ടാണ്. അത്രയും തന്നെ അത് പൊതിർന്നിട്ടില്ല, അപ്പോൾ നമുക്ക് അരിക്ക് വേവുണ്ടാവും, അപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഞാൻ ഈ വെള്ളത്തേക്ക് ശേഷം ഉപ്പിടുന്നുണ്ട്. കറക്റ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അരിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തു, കറക്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ അരി വെള്ളത്തിലിട്ട് വെച്ചത് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ.
അത് എന്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളത്തോടുക്ക് തന്നെ വേണം കേട്ടോ. കാരണം നമ്മൾ വെള്ളത്തോടുക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം കറക്റ്റ് പരിഭവം മതി കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കി വെള്ളം ഉണ്ടോ നോക്കട്ടോ. നല്ലോണം വെന്ത് കൊയണ്ട, അതിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അതങ്ങനെ നല്ലോണം വെന്ത് കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തി രസം ഉണ്ടാവില്ല. അപ്പം ഉള്ള ഇതിലും കേട്ടോ. അപ്പം ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ അതിങ്ങനെ മൂടി കൊടുക്കുക കേട്ടോ. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കൂലേ അതേപോലെ തന്നെ അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രം, നെയ്യിന് പകരം. നമുക്കൊന്ന് ഇതൊന്ന് ഇടക്കൊന്ന് തുറന്ന് നോക്കട്ടോ. ഒന്ന് തളച്ചേക്കണോ ഒക്കെ പോക്കിയപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇളക്കി കൊടുത്ത് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ വെള്ളം പറ്റിയിരുന്നു കേട്ടോ. അത് വെട്ടിക്കണം കേട്ടോ. നമുക്ക് നമ്മളെ ചിക്കൻ കേട്ടോ കണ്ടോ, ഇതാണ് അവസ്ഥ. ഒന്ന് ഇതെടുത്തിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെയാണ് വേവിക്കേണ്ടത്. ചോറ് നമ്മളിവിടെ വാങ്ങിച്ചിരിക്കണം കേട്ടോ. ഇതാ കണ്ടോ, ഇതിലൊരു ഒരു ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഈർപ്പുണ്ട്. എന്നാൽ വെള്ളം പറ്റിയിട്ടില്ല അങ്ങനെ കേട്ടോ. എന്നാൽ ഒരു 3/4 ഭാഗം വേവ്, 3/4 ഭാഗം കേട്ടോ. അത് എന്നിട്ട് അതിക്കിടുക. പിന്നെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയ ഇതാണെന്ന് വെച്ചെങ്കിൽ അത്ര പ്രശ്നമില്ല. അതും ഇതേപോലെ തന്നെ 3/4 ഭാഗം നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് നിൽക്കാലോ, നോക്കി നിൽക്കാലോ അത്ര വേവുണ്ട് എന്നുള്ളത്. ഇത് കറക്റ്റ് വെള്ളം തന്നെ വെക്കണം കേട്ടോ. അല്ലെ ഞാൻ പിന്നെ വേവ് കയറിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമെന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ എന്താണ് ഒന്നാവട്ടെ. പിന്നെ ഒന്ന് കുറച്ചൊരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാണ്ട്. അപ്പോൾ ആ വെള്ളം ഇറങ്ങി വന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ വേവിച്ചു. എന്നിട്ട് പിന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒന്നുമില്ല, അടുപ്പത്ത് പിന്നെ അല്ല ഇത് വെച്ചുകൊണ്ടേ ഒരു പാനിലിട്ട് കൊണ്ടൊന്ന് മറിച്ചും തിരിച്ചിട്ടെടുത്താൽ മതി. അത്ര ഉള്ളൂ കേട്ടോ. തീയേ കുറച്ച് കാണ്ട് വെച്ചോണ്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ വേവുള്ളൂ. പിന്നെ ഒന്ന് കുറച്ച് സമയത്തൊന്ന് വെക്കാം. ഞാനത് അടുപ്പത്തായതുകൊണ്ട് ഒരു കൊള്ളി മാത്രമേ ഇതാ വെച്ചിട്ടുള്ളൂ. മറ്റേത് ഞാൻ തീ ഇതാക്കി വെച്ചേക്കാം, തിരിച്ച് വെച്ചേക്കാം തീ കയറിയിട്ട്. അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ടുണ്ടൊന്ന് വേവിച്ചിട്ടാൽ മതി കേട്ടോ. നമുക്കിത് തുറന്ന് നോക്കട്ടോ. വെച്ചുകൊണ്ട് അങ്ങനെ പോയത്. അപ്പോൾ തുറന്ന് നോക്കാം സംഭവം എന്തായിരിക്കണം. ഒന്ന് മറച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. ഈ ക്യാപ്സിക്കൊക്കെ ഇതാക്കണം, നല്ലോണം വെന്തോ അടയും കേട്ടോ. അതുകൊണ്ടൊന്നും പ്രശ്നമുണ്ട്. വെന്തതിൻ്റെ ശേഷം നമുക്ക് പൊള്ളിച്ചെടുക്കാം. ആ ഒരു മസാലൻ്റെ ചോയും കിട്ടും. പിന്നെ മറിച്ചിട്ടുകൊണ്ട് അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചേക്കാം. ഓക്കെ, അപ്പേ നമുക്കിതൊന്ന് തുറന്നു നോക്കട്ടോ. എന്തായി ആവോ. ഇത് വെച്ചിട്ടാണ് മുറ്റടിച്ച് തരാൻ പോയതേന്. വന്ന് നോക്കുമ്പോൾ എന്താ ഈ കോലത്തിലാണ് ഉള്ളത്. അപ്പോൾ ഓക്കെ, ഇത്രയും മതി കേട്ടോ. ഏകദേശം വന്നേക്കണം. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ച് എടുക്കാം. പൊള്ളിക്കണമെങ്കിൽ പൊള്ളിച്ചാൽ മതി, പൊള്ളിച്ചെടുക്കണവർക്ക് പൊള്ളിച്ചെടുക്കാം. പക്ഷെ കൈ ചൂടാവാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ടേ. കണ്ടോ, ഇതെന്താ അറിയോ, കുട്ടികളെ എന്താണ് പാൻറ്റിൻ്റെ അവിടെ താഴെ ഭാഗം അതൊക്കെ നമുക്കൊന്ന് വന്നേക്കണം നോക്കട്ടോ. വന്നിട്ടില്ലെങ്കിൽ പൊള്ളിച്ചുമ്പോൾ നമുക്ക് വേഗം
എന്നാലും അങ്ങനെയല്ലല്ലോ, ചിക്കനെ കൊണ്ട് കുറച്ച് വേഗണ്ടേ, വെന്തോടെ ഉണ്ട് കേട്ടോ അതെടുത്തിട്ട്. ഓക്കെ, നമുക്ക് ഇതാ ഈ ചട്ടിയിലാണ് ഞാൻ പൊള്ളിച്ചാൽ നിൽക്കുന്നത്. അപ്പം ഈ ചട്ടിക്ക് തന്നെ ഇങ്ങനെ വാങ്ങിക്കട്ടോ. പൊള്ളിച്ചണമെന്ന് യാതൊരു നിർബന്ധമില്ല. പൊള്ളിച്ചാൽ ഒരു അൽഫാമിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മൾ അൽഫാം മന്തി ആവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊള്ളിച്ചാന്ന് പറയണത്. അപ്പം ഞാൻ ഈ ചട്ടിക്കട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ടോട്ടെ. ഇതിപ്പല്ലേ നമുക്ക് കാട്ടി തന്നാൽ മനസ്സിലാവും, ഞാൻ അടിഭാഗത്ത് കത്തിച്ചണേ ഇല്ല കേട്ടോ. ഇത് വെറും കണലിൽ കിടന്നുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കത്തിച്ചാൽ വിവരം അറിയും, കാരണം അടിയിൽ പിടിച്ചു. ഈ ഒരു ഇതിലിങ്ങട്ടന്നെ തിളക്കുന്നുണ്ട്. കാരണം ഈ ആലുവടുപ്പ് പറഞ്ഞ സംഗതി, ആലുവടുപ്പെന്നുള്ളതിന് പറയാം പുകയില്ലാത്തടുപ്പ് പറഞ്ഞുകൊണ്ട് അത് നല്ല ചൂടാണ്. മറ്റേ സാധാ അടുപ്പിൻ്റെ മാതിരിയല്ല. കണൽ ആയാൽ പെരും ചൂടാണ്. കണലായി ആവോളം ചെറിയതാണ് എന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിക്ക് ചോറ് കേട്ടോ. ഓക്കെ, ചോറ് ഏകദേശം എന്തെങ്കിലും പറഞ്ഞില്ല, മുക്കാൽ വേവ് വയ്ക്കണം. നമ്മൾ വാങ്ങിച്ചിട്ട് ഈ ചോറ് നമുക്ക് ഇതിക്ക് ഇടാം. ചെറിയൊരു ഈർപ്പുണ്ട് കേട്ടോ അതിൽ, ഉണ്ടോ അടിയിൽ വെള്ളം വറ്റിക്കൊണ്ടുള്ളതാ. ഇങ്ങനൊരു വെള്ളം ഉണ്ടേ, ഇതിൻ്റെ ഇതിൽ കടന്നുകൊണ്ടൊന്ന് വേവണം. അപ്പോഴാണ് ഇതിൻ്റെ സെറ്റിനുള്ളൊരു രുചി അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനേ ആ ചട്ടിയിലുള്ള ചെമ്പട്ടിയിലുള്ള ചോറ് മുഴുവൻ അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. മാന്തി കോരണ്ട് കാട്ടണ്ടാക്കിയിട്ട് പിന്നെ ഇതാക്കിയതാണ്. ഇതൊന്ന് നല്ലോണം ഇറക്കി കൊടുത്ത് മസാല നമുക്ക് കൂടെ ഇതാക്കട്ടോ. ഞാൻ എന്തിനാ വലിയ ചട്ടി വെച്ചിട്ടുണ്ടോ, സാധനം നിറച്ചുണ്ടായിക്കോ. പക്ഷെ വലിയ ചട്ടി വെച്ചാൽ നമുക്ക് ഇതേപോലെ ഇറക്കി കൊടുക്കും ഒരു സുഖം. ഓക്കെ, അതെല്ലോടത്തേക്കൊന്ന് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഇറച്ചി ഒന്ന് പൊള്ളിക്കട്ടോ. ഒന്നുമില്ല, അതൊന്ന് ചൂടാക്കിയാണ്ട് അതിൻ്റെ ആ നീരൊക്കെ ഒന്ന് വലിപ്പിച്ചൊന്നൊരു ഒരു അൽഫാമിൻ്റെ മാതിരി മാറ്റിയെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഉണ്ടാകും നല്ലോണം കത്തിച്ചതാണ്ട് നമ്മളിത് ഇതൊന്നുണ്ടാവട്ടെ. ഒരു ഭാഗം ഒരു സൈഡായിട്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ. അപ്പം നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടതാണ് ഇങ്ങനെ പൊള്ളിക്കണം. കണ്ടപ്പോൾ ഒരു സോപ്പ് നിറ അൽഫാമിൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് വരുന്നില്ലേ. ഇതിങ്ങനെ ചെയ്താൽ എന്താ വെച്ചാൽ ഉടഞ്ഞു പോകൂല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് എയർ ഫ്രയറിൽ ചെയ്താലും മതി കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാട്ടിത്തരാൻ ഇതാണ്ട് ചെയ്യണം. എയർ ഫ്രയറിൽ പിന്നെ നമ്മൾ എല്ലാവരും എപ്പോഴും ചെയ്യണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം ഇത്ര മതിട്ടോ പൊള്ളിച്ചത്. ഇനി പൊള്ളിച്ചാൽ ചിലപ്പോൾ പൊള്ളിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ. കറി ഒക്കെ പിന്നെ അതെടുത്തിട്ട് നമുക്കിതിലേക്ക് ചോറ് വെച്ചിക്കാണ്ടേ ചോറ് വെച്ചുകൊണ്ട് ചെറിയ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കത്തണ്ട കളി അല്ലാതെ കത്തിയൊക്കെ എടുത്തോ കള്ളില്ലേ. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഈ പൊള്ളിച്ചത് ചിക്കൻ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കൊടുക്കട്ടോ. ഒട്ടും കൂടി കൊടുക്കും. ഓക്കെ, ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക.
രാവിലെ കിടന്നാൽ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. പിന്നെ ഇതാ പച്ചമുളക് ഇട്ടാവും നെട്ടി കൊടുക്കാവുന്ന ആവശ്യത്തിന്. പിന്നെ അതിൻ്റെ ആ ഒരു മണം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നേരം ഇതൊന്നും റെക്കോർഡ് ചെയ്യണമെങ്കിൽ അല്ലേ ആക്കണം. ഇതാ ഞാൻ കണലിട്ടുകാണ്ട് അതിക്ക് ലേശം ഓയിലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി വെച്ചേക്കണം കേട്ടോ. അപ്പം എത്ര ഉള്ളൂ. പിന്നെ മന്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞത് ഇത് കുത്തുമ്പോൾ ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പം ഞാനിതാ തീയൊക്കെ കുത്തി പിരിച്ച് വെക്കുകയാണ്. നമ്മൾ കുറച്ച് സമയം ഈ ഒരു ചൂടത്ത് കിടന്നുകൊണ്ട് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ഇതെടുത്തേക്കും.